ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ രണ്ട് കസിൻസ് ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ വെറും രണ്ട് ദിവസത്തേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഹൈദരാബാദ് ഫുള്ള്, അതായത് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള മേജർ പ്ലേസസ് നമുക്ക് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. ഞങ്ങൾ ഫസ്റ്റ് പോയത് ബിർള ടെമ്പിളിലേക്കാണ്. ഈ ക്ഷേത്രം ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് വൈറ്റ് മാർബിൾ കൊണ്ടാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ നിന്നില്ല. അമ്പലത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഹുസൈൻ സാഗർ ലേക്കിലേക്കാണ്. ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം നമ്മുടെ ആലപ്പുഴയിൽ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ലേക്ക് ഒന്നും അല്ല, ബിക്കോസ് ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ്. അതെ, ഇതൊരു പ്രകൃതിദത്ത തടാകമൊന്നും അല്ല. ഇത് 1550 ഖുത്തബ് ഷാ പണിത ലേക്കാണ്. അന്ന് ഹൈദരാബാദ്, സെക്കന്ദരാബാദ് പോലുള്ള നഗരങ്ങളിലൊക്കെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വലിയ ലേക്ക് പണിതത്. ഇന്ന് ഇത് ഹൈദരാബാദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട്സിൽ ഒന്നാണ്. ഇപ്പോൾ ഈ ലേക്കിൻ്റെ മധ്യത്തിലായിട്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഇവർ അവിടെ നിർത്തി തരും, നമുക്ക് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഇവർ തരും. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഈ പരിസരമൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് അത്. സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൽപ്പണി നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടത്. പണ്ട് കാലങ്ങളിലൊക്കെയുള്ള പണിക്കാരുടെ ആർട്ടിസ്റ്റിക് സ്കില്ലെന്ന് പറയുന്നത് ഭയങ്കര വലുതല്ലേ. എന്ത് ഭംഗിയിലാണ് ഇവരിത് ചെയ്തു വെച്ചേക്കുന്നത്. ഇത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ രാജഗിരി കുന്നുകളിൽ നിന്നാണ് ഈ വലിയ ഗ്രാനൈറ്റ് കല്ല് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഹുസൈൻ സാഗർ ലേക്കിന് ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും കണക്ട് ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ലേക്ക് ആയിരിക്കും. ഇത് മിഡിൽ ഏരിയ ആണല്ലോ. നല്ല കാം ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറി. നല്ല വെയിലായോണ്ടിട്ട് അമ്മക്കുട്ടി കൊടയും പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഇതുണ്ടല്ലോ തെലങ്കാനയുടെ അമരജ്യോതി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാച്ചു ആണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ അടുത്ത സ്പോട്ട് വരുന്നത് ചാർമിനാർ ആണ്. ഇപ്പൊ സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. പോകുന്ന വഴിക്കുള്ള ഒരു ഫേമസ് റെസ്റ്റോറന്റ് ആണ് പാരഡൈസ്. ഇവിടെ കയറിയിട്ട് ഇവിടെയുള്ള ഹൈദരാബാദി ദം ബിരിയാണി മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ ചാർമിനാറിലേക്ക് വിട്ടു. ഇപ്പൊ ചാർമിനാറിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ചാർമിനാറിന്റെ അധികം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ചാർമിനാർ പോകുമ്പം ഹൈദരാബാദിന്റെ സ്പെഷ്യൽ കുക്കീസ് കിട്ടും. അത് നല്ലൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ മലായി, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മലായിസ് ഉണ്ട്. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണം നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയ ടൈം നല്ല അടിപൊളി സമയമായിരുന്നു. കാരണം 6 മണിക്ക് നമ്മൾ ഇവിടെ എത്തി. 6:30 തൊട്ട് ഇവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നല്ല രസമാണ്. നമുക്ക് ഈ ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ഹിസ്റ്ററി ഫുള്ള് ഇവർ ഡിസ്ക്രൈബ് ചെയ്ത് തരും. അത് നമുക്കിരുന്ന് കേൾക്കാം. ഒരു വിഷ്വൽ പോലെ തന്നെ നമുക്ക് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹൈദരാബാദ് വരുമ്പം ഏരിയാസൊക്കെ കവർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഡയമണ്ട് ട്രേഡിൻ്റെ ഗ്ലോബൽ സെൻറ്റർ എന്ന് തന്നെയാണ് ഗോൽക്കൊണ്ട അറിയപ്പെടുന്നത്. കോഹിനൂർ, ഹോപ്പ് ഡയമണ്ട്, ദർയ, ഐനൂർ പോലുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡയമണ്ട്സ് ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. സോ ദിസ് പ്ലേസ് വാസ് നോട്ട് ജസ്റ്റ് എ ഫോർട്ട്, ഇറ്റ് വാസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കിങ്ഡംസ് ഇൻ ദ വേൾഡ്. One day, Sultan reached Kuchibudi village in the Krishna region. The villagers welcomed him by performing their traditional dance. The Sultan was overjoyed and named the dance Kuchipudi. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ എൻജിനീയറിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് കൈയടിച്ചാൽ ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരെ ആ സൗണ്ട് കേൾക്കുമെന്നാണ് പറയുന്നത്.
അത് മൈക്കും ഇല്ല, ടെക്നോളജിയും ഇല്ല, ഒന്നുമില്ല. അത് പ്യുവർ ഓൾഡ് ഏജ് സയൻസ് എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് ഈ കോട്ടയുടെ ഒരു മാജിക്. ഈവനിങ് ടൈമിൽ ഇവിടെ വന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും തോന്നിക്കൊണ്ടേയിരുന്നു. സ്പെഷ്യൽ ഹൈലൈറ്റ് ഇസ് ദ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഹിസ്റ്ററി, കിങ്സ്, വാർസ്, ആർക്കിടെക്ചർ എല്ലാം ബ്യൂട്ടിഫുൾ നറേഷൻ ആയിരുന്നു. പിന്നെ ആ വിഷ്വൽസും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു. സിറ്റിംഗ് ദെയർ ആൻഡ് വാച്ചിങ് ഇറ്റ് ഫീൽസ് ലൈക്ക് വി ആർ ട്രാവലിംഗ് ബാക്ക് ഇൻ ടൈം. അങ്ങനെ ഇന്നത്തെ ദിവസം കസിൻസായിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. നാളെ രാവിലെ നമുക്ക് ഇറങ്ങാനുണ്ട്. നാളെ നമ്മൾ പോകാൻ പോകുന്നത് ഫിലിം സിറ്റിയിലേക്കാണ്. അപ്പോൾ ഫിലിം സിറ്റി പോയ വീഡിയോ ഞാൻ ഈ ചാനലിൽ പാർട്ട് 2 ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എവ്രി വൺ. ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്.